ഏത് നിമിഷവും മന്ത്രിതല ചർച്ചയ്ക്കാണെങ്കിൽ പോലും സന്നദ്ധമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ 800ഓളം തൊഴിലാളികളാണ് പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു, അവർക്ക് ജോലി ഇല്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ചർച്ചയിൽ, ഇപ്പോൾ തൊഴിൽ വകുപ്പിന്റെ ഇനീഷ്യേറ്റീവിലാണല്ലോ ചർച്ച, ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും ആശാവഹമായ പുരോഗതി ഉണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ ഗവൺമെന്റിന്റെ നിലപാട് ആ ചർച്ചയിൽ ഗവൺമെന്റ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും കമ്പനിയുടെ സീനിയർ ഓഫീഷ്യൽസ് അല്ല അതിൽ പങ്കെടുത്ത, ലീഗൽ അഡ്വൈസർ ആണ് അവരുടെ ഭാഗത്തുനിന്ന്, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പങ്കെടുത്തത്. ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ലേബർ കമ്മീഷൻ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഹയർ ഓഫീസേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും മന്ത്രിതല ചർച്ചയ്ക്കടക്കം ഞങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിച്ചു. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് നിലപാടെന്ന് പറയുന്നത് ആ കമ്പനി അവിടെ തന്നെ നിലനിർത്തി പരമാവധി ജീവനക്കാരെ ഇതിന്റെ തൊഴിൽ അവസരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് നടക്കാത്തൊരു സാഹചര്യം പൂർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മറ്റ് പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകൂ. എന്ത് തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, അങ്ങേയറ്റം നിയമവിരുദ്ധമായ നടപടിയാണ് ഈ കമ്പനി, US ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ലേബർ കോഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും 3 തൊഴിലാളികൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഗവൺമെന്റിന് നേരത്തെ നോട്ടീസ് തന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. ആ നിലയ്ക്ക് ഈ നിലവിലും പുതിയ ലേബർ കോഡ് അനുസരിച്ചാണെങ്കിലും നിയമവിരുദ്ധമായ നിലപാടാണ് കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമാവധി ജീവനക്കാരെ ജോലി ഉറപ്പുവരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഈ വിഷയം അറിഞ്ഞ സമയം മുതൽ കേരള സർക്കാർ സ്വീകരിക്കുന്നത്. ഞാൻ ഈ വിഷയമുണ്ടായ അടുത്ത നിമിഷം മുതൽ കമ്പനി പ്രതിനിധികളും ലേബർ ഓഫീസേഴ്സ് വഴി അവരും വഴിയായും ഒക്കെ അറിയിക്കുന്നത് ഏത് നിമിഷവും മന്ത്രിതല ചർച്ചയ്ക്കാണെങ്കിൽ പോലും സന്നദ്ധമാണ്. അത്രയും ഗൗരവത്തോടു കൂടിയാണ് കേരള സർക്കാർ ഇത് കാണുന്നത്. 10-ാം തീയതി അവർ പറഞ്ഞപ്പോൾ മറ്റു പരിപാടി ഒന്നും നോക്കാതെ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ സന്നദ്ധമായി നിൽക്കുകയാണ്.